ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാരതത്തിലെ ഓരോ ക്രൈസ്തവനും ആഗസ്റ്റ് 15 ദേശഭക്തിയുടെയും മരിയഭക്തിയുടെയും സുദിനമാണ്. മംഗളവാർത്ത മുതൽ സ്വർഗാരോഹണം വരെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ഭാവത്തോടെ നിന്ന പരിശുദ്ധ മറിയത്തിൻ്റെ മരണമില്ലാത്ത നിത്യതയിലേക്ക് ഉയർത്തിയ ദിവസം. നന്മയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും ആദരവും കാത്തുസൂക്ഷിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനിയും. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായൊരു സ്ഥാനം ബൈബിളിലുണ്ട്. ജന്മപാപമില്ലാതെ ജനിച്ച വ്യക്തിയാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ പ്രകാശം പരത്തുന്ന ഒരു അഗ്നിഗോളമാണ്. എൻ്റെ പല പ്രശ്നങ്ങളിലും പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു ഫ്രണ്ട് 4 മാസം മുമ്പ് എന്നെ കാണാൻ വന്നു. അവളുടെ സങ്കടങ്ങൾ പറഞ്ഞ് അവൾ കുറേ കരഞ്ഞു. അവളുടെ മകളിൽ നിന്നുണ്ടായിരുന്ന ഒരു വേദനിക്കുന്ന അനുഭവം, കടബാധ്യതകൾ കൊണ്ട് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഭയങ്കര സങ്കടം വരുമ്പോഴൊക്കെ അവൾ എന്നെ കാണാൻ വരും. ഒരു ഹിന്ദു മകളാണവൾ. അപ്പോഴൊക്കെ ഞാൻ അവളെ ഒരുപാട് സമാധാനിപ്പിക്കും. ദൈവം നിന്നെ സഹായിക്കും, പരിശുദ്ധ അമ്മ നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു ദിവസം അവൾ എന്നെ കാണാൻ വന്നത് ഭയങ്കരമായ ദുഃഖത്തിലാണ്. എനിക്കാണെങ്കിൽ കൃപാസനത്തിലേക്ക് പോവുകയും വേണം. ഞാൻ പറഞ്ഞു, ഞാൻ ആലപ്പുഴ കൃപാസനത്തിലേക്ക് പോവുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ അവിടെ പ്രാർത്ഥിക്കാം എന്ന്. അവൾ 10 രൂപ തന്നിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വച്ച് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനു വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കണം. ഞാൻ ആ പൈസയും വാങ്ങി ആലപ്പുഴയിലേക്ക് ട്രെയിൻ കയറിപ്പോയി. അവിടെ ചെന്ന് ഞാൻ ആദ്യം ചെയ്തത്, അവൾ തന്ന 10 രൂപ അമ്മയുടെ മുമ്പിൽ വച്ച് പറഞ്ഞു, അമ്മേ, ഇത് അവൾ ദാരിദ്ര്യത്തിൽ നിന്ന് തന്നതാണ്. അമ്മ അവളുടെ പ്രശ്നത്തിൽ ഇടപെടണം. അവളെ സാമ്പത്തിക മേഖലയിലും നീ ഇടപെടണം. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് വീണ്ടും വന്നു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവൾ. ബാങ്കിൽ 25,000 രൂപ ശമ്പളത്തിൽ അവൾക്കൊരു ജോലി ലഭിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയ നിമിഷമായിരുന്നു അത്. 10 രൂപ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ തിരിച്ചു കൊടുത്തത് 25,000 രൂപ. ഇപ്പോൾ അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയെ കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച പരിശുദ്ധ കന്യകാമറിയം ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി വെളിപ്പെട്ട അനവധി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയും ഞാനും ആഴമായ ബന്ധത്തിലാകുന്നത് ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ്. പരിശുദ്ധ അമ്മ സംസാരിക്കുന്ന മകൾ എന്നാണ് എന്നെ ഇവിടെ എല്ലാവരും അറിയപ്പെട്ടിരുന്നത്. ഞാൻ ധാരാളം ജപമാലകൾ ചൊല്ലുമായിരുന്നു. ധ്യാനം നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഉപവാസമെടുത്ത് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നത് എനിക്കിഷ്ടമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ എനിക്ക് ധാരാളം മെസ്സേജുകൾ തരുമായിരുന്നു. എൻ്റെ കൂടെയുള്ള വ്യക്തികളോട് പറയാനുള്ള കാര്യങ്ങൾ, എന്നോട് പറയാനുള്ള കാര്യങ്ങൾ ദർശനങ്ങളായും അടയാളങ്ങളായും പരിശുദ്ധ അമ്മ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാകാൻ പോകുന്ന സഹനങ്ങൾ, രോഗങ്ങൾ, എന്തുവേണ്ട എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അമ്മ കാണിച്ചു തന്ന് എന്നെ എപ്പോഴും പ്രാർത്ഥിച്ച് ഒരുക്കും. പരിശുദ്ധ അമ്മയുടെ സ്നേഹം നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് തന്നെ അറിയാൻ ഇടവരുത്തട്ടെ. ആമേൻ.